സുവർണൻ. ഇവിടെ എത്ര കാലമായി ഇവിടെ? ഇവിടെ 50 കൊല്ലം. 50 കൊല്ലം. ജനിച്ചത് ഇവിടെ തന്നെയാണോ? ഇല്ല, കാഞ്ഞിരംകുളം കഴിവൂര്. അവിടെ ഇങ്ങോട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ചു വന്ന വീട്ടില്? വോട്ട് ചെയ്തില്ലല്ലോ. ചെയ്യുന്നില്ലേ? ചെയ്യണം. അല്ല, ഞാൻ ചോദിക്കുന്ന വോട്ട് ചോദിച്ചു വന്ന ആളുകൾ. ആളുകൾ ഇഷ്ടം പോലെ വന്നു. എന്താ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ടോ? അതേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാ പിന്നെ ആരും വന്നു നോക്കില്ല, മുഖത്തോല നോക്കൂല. ഇപ്പൊ നിക്കുന്നതിൽ ആർക്കാ സാധ്യത തോന്നേ? അത് പറയാൻ പറ്റൂല. 3 പേരും ജയിച്ചിരിക്കുകയാണ്. 3 പേരും ജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് തീരുമാനിച്ചു ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? നമ്മളൊരു തീരുമാനമുണ്ട്. അതിപ്പോ വെളിയിൽ പറയണ്ട. വ്യക്തിപരമാണോ അതോ പാർട്ടി നോക്കിയാണോ വോട്ട്? പാർട്ടി നോക്കിയാണോ വോട്ട്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമാണ് നമ്മൾ പറയുന്നിടത്ത് ഒരു മാറ്റമാണ്. പാർട്ടി നോക്കിയാണ് വോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പുത്തൻകട മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു മാർക്കറ്റ് ഉണർന്നു വരുന്നേ ഉള്ളൂ. എന്താ പുത്തൻകട മാർക്കറ്റ് കിടക്കണ കട ഉണ്ടോ? അതിന് ചല്ലിയെല്ലാം ഇറക്കി അവിടെ നല്ല വൃത്തിയാക്കാനുള്ള വഴികൾ ഉണ്ടാക്കി. അതാ നോക്കണം. ഇരിക്കാൻ പറ്റണില്ല. അവൻ റോട്ടിൽ ഇരുത്താൻ പറ്റണില്ല. എന്ത് ചെയ്യാൻ? റോഡിലിരുന്ന അതും പ്രശ്നമാണ്. അതും പ്രശ്നം. കച്ചവടം കുറവ്. അവര് ആളുകൾ വരുന്നില്ല. ഈ നാറ്റത്തിനെ കണ്ട് അങ്ങ് നോക്കണം. സാധനങ്ങൾ കിടക്കണത് മീന് പുല്ലുകളായിരുന്നു വരുന്നത്. വരുന്നുണ്ട്. വോട്ടാണ് പിന്നെ ചെയ്യണം. പിന്നെ എന്താണ് അമ്മ പ്രശ്നം? എന്തോന്ന് ഈ നോക്കുമ്പോളെ കാല് പുണ്ണ്, കൈ പുണ്ണ്, നോക്ക് കാലെല്ലാം പുണ്ണ്. ശരിയാക്കണില്ല. ഈ അമ്മ ഇരിക്കുന്ന സ്ഥലമെല്ലാം വെള്ളം ആക്കി വിടുന്നു നമ്മളൊക്കെ തന്നെ. പിന്നെ അവർക്ക് പ്രയാസവും ഭയങ്കരമായ വേദനയും. അതാണ്ട് വെള്ളത്തിലിരിക്കണം. ഇവിടെ ഇരിക്കാൻ സമ്മതിക്കൂല. ഇതാണ് നമ്മുടെ ഇത്. എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നമ്മ? ഞാൻ ഇവിടെ 2 വർഷമായി. അതിനു മുമ്പ് ഞാൻ വീട്ടില് എല്ലാം കിടന്നു മോളെ. ഞാൻ ഒരുപാട് കച്ചവടം ഇല്ല മോളെ. അതെ ഒരുപാട് ആരും മരണില്ല. ഇത് ഇതിന്റെ സ്ഥാനാർത്ഥികളൊക്കെ വരാറുണ്ടോ? അവരതിലേ വരും പോകും. ഇങ്ങോട്ടൊന്നും കാണില്ല. ഇതിനു വേണ്ടി അവര് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ മറ്റേ ഇത് ഇടുമെന്ന് പറഞ്ഞു. ഇതുവരേക്കും അവര് സാൻഷനായി. ഒന്നും ആയില്ല. ഇവിടെ വന്നാലേ നമ്മൾ ഇതിനെ കുറിച്ച് പറയും. ഇല്ല. ശരി. അപ്പൊ ഇതാണ് ഇവിടെ പ്രശ്നം ആയതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് കയറുന്നില്ലെന്നാണ്. അമ്മ ബുദ്ധിമുട്ടാണോ? പേരെന്താണ്? എത്ര കാലമായി ഇവിടെ വന്നിട്ട് 8-9 കൊല്ലമായി. ഇത്രയും ബുദ്ധിമുട്ട് ആദ്യമായിട്ടാണോ? ഇത്രയും ബുദ്ധിമുട്ട് ഇപ്പം തന്നെ. ഈ മീൻ വെള്ളം എല്ലാം ഒയിലായിരുന്നു കൊണ്ട് വീട്ടണം. പച്ചക്കറി വാങ്ങിക്കാൻ ആരും വന്ന് തിരിയില്ല. ഇവിടെ ഒരു കട വൃത്തിയാക്കൂല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. സ്ഥാനാർത്ഥികൾ വരുന്നില്ല ഇങ്ങോട്ട്. വരുമ്പോ പറഞ്ഞാ ഒന്നും കേൾക്കൂല. ഒരു വകയും കേൾക്കൂല. അവരടുത്ത് പറയുമ്പോ പറയാ എന്തെങ്കിലും ചെയ്യാന്ന് പറയണതല്ല. ഇവിടെ തന്നെയാണോ? ഈ പഞ്ചായത്ത് തന്നെയാണോ വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാ തവണയും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ചന്ത മാർക്കറ്റ് ഉണർന്നു വരുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ദുരിതാവസ്ഥ ഇതാണ്. ഇത് എന്തിനെങ്കിലും ചന്തേനെ നിങ്ങൾ നിയന്ത്രിക്കണം കേട്ടോ. കോൺക്രീറ്റ് അല്ലാതെ ഇത് പറ്റത്തില്ല. ഇത് കണ്ടോ കാലുകളൊക്കെ നോക്കി. ഞങ്ങളുടെ കാലെല്ലാം താണ്ട ആ ജര ഊണിയൊക്കെ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഉള്ള കാര്യം പറയാണ്. പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള വഴി നിങ്ങൾ കണ്ടെത്തണം. ചേട്ടാ പേരെന്താണ്? സുകുമാരൻ. നല്ല അടിപൊളി കപ്പയാണല്ലോ. എവിടുന്നാണ് ഇത്? എന്റെ ഈ നാടൻ മരിച്ചു. ഞാൻ അരങ്ങലി അരങ്ങലി. വോട്ട് സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ചു വരാറുണ്ടോ ഇങ്ങോട്ട്? വരാറുണ്ടോ? ഇലക്ഷനൊക്കെ ഏതുവരെ എത്തി? ഒന്നും പറയാൻ പറ്റില്ല. മൂന്ന് പാർട്ടിയും ഒരുമിച്ച് നിൽക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ തീരുമാനിച്ചോ? വ്യക്തിപരമാണോ അതോ പാർട്ടി ആണോ കൊടുക്കുന്നത്? പാർട്ടിക്കാണ്. അല്ലാതെ നമ്മൾ വ്യക്തികളെ നോക്കുന്നില്ല. നമ്മൾ മാറത്തില്ലല്ലേ? ഈ കപ്പയൊക്കെ എന്ന് പറിച്ചാണ് കേട്ടോ? ഇത് ഫ്രഷ് ആണോ? 3 കിലോ 100 രൂപ. 3 കിലോ 100 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി കപ്പയാണ്. നമുക്ക് അപ്പുറത്തൊരു കടയും കൂടെ ഉണ്ട്. ചേട്ടാ പേരെന്താ? അപ്പു. ചേട്ടാ രാധൻ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എത്ര വർഷമായി? 10-30 അപ്പൊ ഇത് ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റമൊക്കെ കണ്ടോണ്ടിരിക്കും. എങ്ങനെയുണ്ട് ഇപ്പൊ? തെരഞ്ഞെടുപ്പ് ചൂടാണല്ലോ. ആയില്ല. സ്ഥാനാർത്ഥികളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ടോ? എന്നിട്ടോ ആർക്കാണ് സാധ്യത കാണുന്നത്? എല്ലാവർക്കും സാധ്യതയാണ്. അല്ല ചേട്ടന് പറയാറായില്ല. നമ്മൾ വ്യക്തിപരമാണോ അതോ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നോക്കിയാണോ വോട്ട്? എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് തന്നെ. രാഷ്ട്രീയമാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് എന്ത് വിഷയം വന്നാലും മാറില്ല. ഇല്ല. ഓക്കെ. ഇവിടെ എങ്ങനെ ഇപ്പൊ പഞ്ചായത്തിന് ഇപ്പൊ LDF എന്നൊക്കെ ഉള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്? അത് നടക്കും. അത് അവർക്ക് ഓരോരുത്തരുടെ അഭിപ്രായം പറയാമല്ലോ. വോട്ട് എണ്ണി തീർന്നതിന് ശേഷം അതിന്റെ റിസൾട്ട് പറയാനോ. ശരി. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കൈ നോക്കാം. ശരി. പേരെന്താണ് അമ്മ?
അമ്മ ചിരിക്കുന്നതൊക്കെ കേട്ടിട്ട്. പേരെന്താ? ഇവിടെ തന്നെയാണോ? ഈ പഞ്ചായത്ത് തന്നെയാണോ? വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടോ? എന്താണ്? 3600 പെൻഷൻ കൊടുത്തു. അതാണ് പെൻഷൻ തന്നില്ലെന്നാണ് ചോദ്യം. പെൻഷൻ മാത്രം മതിയാ, വേറെ ഒന്നും വേണ്ട. ചേട്ടാ പെൻഷൻ മാത്രം മതിയാ? മറുപടി ഉണ്ടോ? അത് മാത്രം മതി അവർക്ക്, ഒരാളിന്റെ ചെലവിന് അത് മതി. വേറെന്ത് പറഞ്ഞിട്ടാണ് അവര് കേൾക്കാത്തത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞ തൊഴിലുറപ്പില്ലേ ഇപ്പൊ? തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നോ? ഇപ്പൊ ഇല്ല, ജോലിയില്ല, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. നാളെ മനസ്സിലാപ്പിനെ ഞാൻ പോവുമായിരുന്നു, മുമ്പൊക്കെ പോവില്ല. അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അത് നമുക്കൊരു ആശ്വാസമായിരുന്നു. ചേട്ടാ തൊഴിലുറപ്പിന്റെ കാര്യമാണ് പറയുന്നത്.